ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു 4-5 മാസമായിട്ട് ഇപ്പം നമ്മൾ കൊറോണയുടെ ഭീതിയിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നാട്ടിൽ നല്ല മഴ, മണ്ണിടിച്ചിൽ, അത് കഴിഞ്ഞ് വിമാന ദുരന്തം, അങ്ങനെ ഭയങ്കര സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മഴക്കൊക്കെ കുറച്ച് ശമനം വന്നിട്ടുണ്ട്, വെള്ളപ്പൊക്കമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെയും അങ്ങനെ അനർത്ഥങ്ങളൊന്നും വരില്ലേന്ന് ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഓണമൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു അടപ്രഥമനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇതിനു മുമ്പ് കുറേയധികം ഓണം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതുകൂടി കണ്ടൊക്കെ നോക്കുക, കണ്ട് നോക്കി സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സായിട്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഇനിയും കുറേയധികം ഓൺ റെസിപ്പീസൊക്കെ ഞാൻ ഇടും. അപ്പോൾ എല്ലാവരും ഇത് ഫുൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ നമുക്ക് ഈ അടപ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാൻ ആവശ്യമായ ശർക്കരയാണിത്. ഞാനിവിടെ ഒരു 400 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. ശർക്കര ഉരുക്കുന്നതിന് മുൻപായിട്ട് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് പൊട്ടിച്ചെടുക്കണം. നമ്മൾ ഇതുപോലെ തന്നെ ഉരുക്കാനിട്ടിട്ടുണ്ടെങ്കിൽ കുറേ സമയം പിടിക്കും ഉരുകി വരാനായിട്ട്. ഞാനിവിടെ ഒരു അമ്മിക്കല്ല് വെച്ചിട്ടാണ് ഈ ശർക്കര പൊട്ടിച്ചെടുത്തത്. അമ്മിക്കല്ല് പോലെ വെയിറ്റുള്ള എന്തെങ്കിലും വെച്ചോ അല്ലെങ്കിൽ കത്തി വെച്ചോ നമ്മൾ ശർക്കര ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഇനി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ശർക്കര നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടുതലൊന്നും ഒഴിക്കേണ്ട, 1/2 കപ്പ് ഒഴിച്ചാൽ മതി. ശർക്കരയിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടെന്ന് പറയാൻ കാരണം ഈ ശർക്കര നീരിലിട്ട് നമ്മൾ അട വഴറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അട വരണ്ട് വരാനായിട്ട് കുറേ സമയം പിടിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉരുക്കിയെടുത്താൽ മതി. ഇനി ശർക്കര സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ ശർക്കര സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലൊട്ടും കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ട് അലിയിച്ചെടുക്കണം. ഇപ്പോൾ ശർക്കര ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇത് അടപ്രഥമൻ ഉണ്ടാക്കാൻ ആവശ്യമായ അടയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം അടയാണ് പായസം ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല ചെറിയ സൈസിലുള്ള അടയാണ്. നമുക്ക് മാർക്കറ്റിൽ പല വെറൈറ്റി ഉള്ളതും കിട്ടും. നല്ല ചെറിയ സൈസാണ്. ആദ്യം ഈ അടയൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അട വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 8 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം സ്റ്റവിൽ വെച്ച് നന്നായിട്ട് തിളപ്പിക്കണം. അട വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അട ഇട്ട് കൊടുക്കണം. അട ഇടുന്നതിന് മുമ്പായിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അട കഴുകിയതിന് ശേഷം ഒരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് അട വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിവിടെ കുതിരാൻ വെക്കാതെയാണ് അട വേവിച്ചത്. കുറച്ച് കൂടുതൽ സമയം എടുത്തത് വെന്ത് കിട്ടാനായിട്ട്. അട വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അട നല്ല സോഫ്റ്റ് ആയിട്ട് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശർക്കരയിലേക്ക് ഇട്ട് വരട്ടി വരുമ്പോഴത്തേക്കും അട കുറച്ച് ഹാർഡായി പോകും. അട നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ പായസം നല്ല ടേസ്റ്റ് ആയിരിക്കുകയുള്ളൂ. അട സ്റ്റവിൽ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അട വേവിക്കാൻ വെച്ചിട്ട് 12 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അട പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അട നമുക്ക് ഈ ഒരു അരിപ്പപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അടയിലുള്ള സ്റ്റാർച്ചൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇപ്പോൾ അട നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളമെല്ലാം പോയി കിട്ടാനായിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. ഞാൻ പായസം ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു വലിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തേങ്ങയ്ക്കാണെങ്കിൽ നിങ്ങൾ 2 എടുക്കണം. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ട് വരാം. തേങ്ങ ചിരകിയത് നമുക്കൊരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുന്നത് കൂടി നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം തേങ്ങാപ്പാൽ 1-ാം പാൽ 2-ാം പാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയില്ല അതെങ്ങനെ എടുക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. നമ്മുടെ പല പായസം റെസിപ്പിയിൽ 1-ാം പാൽ 2-ാം പാലൊന്നും എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പലരും ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഇനി തേങ്ങയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് അടിച്ചെടുക്കണം. ഇനി അടിച്ചെടുത്ത തേങ്ങ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങ ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് അമർത്തി പിഴിഞ്ഞെടുക്കണം. ഇപ്പോൾ തേങ്ങ കാണുന്ന പോലെ നന്നായിട്ട് അമർത്തി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി പിഴിഞ്ഞെടുത്ത തേങ്ങ നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ബാക്കിയുള്ള തേങ്ങയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതാണ് നമുക്ക് പായസത്തിനുള്ള 1-ാം പാല്. ഇനി പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പിരിയിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം വീണ്ടും നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം.
വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്നും കൂടെ അടിച്ചെടുക്കാം. ഞാൻ മിക്സിയിലൊന്നും ഇട്ട് അടിക്കുന്നില്ല, ഇതുപോലെ തന്നെ അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 2.5 തുടങ്ങി 3 കപ്പ് വരെ തേങ്ങാപ്പാൽ വേണം, രണ്ടാം പാൽ. അപ്പോൾ ഒരു പാത്രത്തിലുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ തേങ്ങാപ്പീര ബൗളിലിട്ട് നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നാം പാൽ എടുത്തതുപോലെ തന്നെ നമുക്ക് ഈ പാലൊന്ന് അരിച്ചെടുക്കാം. ഇതാണ് പായസത്തിനുള്ള രണ്ടാം പാൽ. ഇപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുന്ന വിധമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ കമൻ്റ് ഇട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ഇടുകയോ ചെയ്യുക. ഇപ്പോൾ പായസത്തിനുള്ള 1 കപ്പ് ഒന്നാം പാലും 2.5 കപ്പ് രണ്ടാം പാലും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് വേവിച്ച് വെള്ളമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുന്ന അട ഇട്ട് കൊടുക്കാം. അട നല്ലതുപോലെ പച്ചവെള്ളമൊക്കെ ഇട്ട് കഴുകിയെടുത്തത് കാരണം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അട നെയ്യിലേക്ക് ഇട്ടതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് ഈ നെയ്യിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര നീര് ഒരു അരിപ്പയിലൂടെ ഇട്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയിൽ നിന്ന് മുഴുവൻ ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ മധുരം കൂടിപ്പോവും. ശർക്കര ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ശർക്കര നീരിൽ കിടന്ന് ഇടയിലൊന്ന് ഒന്ന് നന്നായിട്ട് വരണ്ട് വരുന്നവരൊന്ന് കുറച്ച് സമയം കുക്ക് ചെയ്യണം. ഇപ്പോൾ ശർക്കരയെല്ലാം നന്നായിട്ട് കുറുകി അടയെല്ലാം ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. പക്ഷേ ഇത് നെയ്യ് ചേർത്തൊക്കെ കുറച്ച് വഴറ്റിയെടുക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. നെയ്യ് ചേർത്ത് 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 2.5 കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. പാൽ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി പായസം ഒന്ന് ചെറുതായിട്ട് കുറുകി വരുന്നവരെ നമുക്ക് കുറച്ച് സമയം കൂടെ കുക്ക് ചെയ്യണം. രണ്ടാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പായസം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടിയും അതുപോലെ തന്നെ ഒരു 4 ഏലക്കയും കൂടെ മിക്സിയിലിട്ട് പൊടിച്ചതാണിത്. ഇത് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇതും കൂടി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അവസാനം നമുക്കിതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന 1 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ പായസം തിളക്കാൻ അനുവദിക്കരുത്. പാൽ ചേർത്ത് കഴിഞ്ഞ് പാലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് പായസം നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പായസത്തിലേക്ക് കശുവണ്ടിയും മുന്തിരിയെല്ലാം വറുത്തിടാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തേങ്ങാക്കൊത്തും വേണമെങ്കിൽ വറുത്ത് ചേർക്കാം. ഞാനിവിടെ കശുവണ്ടിയും കിസ്മിസും മാത്രമേ വറുത്ത് ചേർത്തിട്ടുള്ളൂ. ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ഇതിലേക്ക് കിസ്മിസും കൂടി ചേർത്ത് വറുത്തെടുക്കണം. ഇപ്പോൾ കശുവണ്ടി ചെറിയ ബ്രൗൺ കളറും കിസ്മിസ് ഒക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി വറുത്തെടുത്ത കശുവണ്ടി കിസ്മിസും നമുക്ക് ആ നെയ്യോടുകൂടി തന്നെ പായസത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. റെഡിയായ അടപ്രഥമൻ നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ചെറിയ ഉരുളിയിലേക്കാണ് ഇത് മാറ്റുന്നത്. വളരെ രുചികരമായ സദ്യ സ്പെഷ്യൽ അടപ്രഥമൻ റെഡിയായി കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓൺ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്